السلام عليكم ورحمة الله وبركاته. الحمد لله وسلام على عباده الذين اصطفى أما بعد. നമസ്കാരത്തിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഖുനൂത്തിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ സയ്യിദിന എന്ന് ചേർക്കാമോ എന്ന സംശയം, അതാണ് ഒരു സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അന്നഹും കാനു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ നുസല്ലി അലൈക. അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എങ്ങനെയാണ് നബിയെ അങ്ങയുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം. ഈ നിലയിൽ സയ്യിദിന എന്ന് ചേർക്കാതെയാണ് ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുകൊണ്ട് വിളിക്കപ്പെടരുത് എന്ന നിലയിൽ, അദബ് എന്ന നിലയിൽ സയ്യിദിന എന്ന് ചേർക്കാറുണ്ട്. അത് നമസ്കാരത്തിൽ അങ്ങനെ പറ്റുമോ എന്ന ഒരു സംശയം പലർക്കുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ സയ്യിദാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് സഹിഹായ ഹദീസുകളിലുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദാണ് എന്ന കാര്യത്തിൽ സംശയമില്ല, അത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിക്കുമ്പോൾ പറയുമ്പോൾ സയ്യിദിന എന്ന് ചേർക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. മാത്രമല്ല, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, ലാ തജഅലൂ ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ നബിയെ പരാമർശിക്കരുത്, നിങ്ങൾ അപ്രകാരം ചെയ്യരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പരാമർശിക്കുമ്പോൾ സയ്യിദിന എന്ന് ചേർക്കാം എന്ന് ഇമാം റംലി, അതുപോലെ തന്നെ ജലാലുൽ മഹല്ലി, ഖൽയൂബി തുടങ്ങിയ ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരത്തിൽ ഇബ്രാഹിമിയ സ്വലാത്തിൽ സയ്യിദിന എന്ന് ഉൾപ്പെടുത്തിയില്ല എങ്കിൽ കുഴപ്പമുണ്ടോ? ഉൾപ്പെടുത്തിയില്ല എങ്കിലും കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും സ്നേഹിച്ച, നബി തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച റസൂലിന്റെ സഹാബ കിറാം റളിയല്ലാഹു അൻഹും അവര് ബാങ്ക് കൊടുത്തപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ, അഷ്ഹദു അന്ന മുഹമ്മദൻ, അഷ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ എന്നല്ല, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോ നബിതങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള സഹാബത്തും അത് ആ നിലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചൊല്ലിയില്ല എന്നതുകൊണ്ടും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നായതുകൊണ്ട്, ആ നിലയിൽ പറഞ്ഞതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. സയ്യിദിന എന്ന് ചേർത്ത് ഉൾപ്പെടുത്തി ചൊല്ലിയാലും അത് നമസ്കാരത്തിന്റെ സിഹത്തിനെയോ നമസ്കാരത്തെയോ ബാധിക്കുന്നതല്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം എന്ന നിലയിൽ അത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് എന്നാണ് മുകളിൽ പറഞ്ഞ ഇമാമുമാർ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്.